നമ്മുടെ വീഡിയോസിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടൊക്കെ കിട്ടുന്നത് നമ്മൾ കാണാറില്ല. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇൻഫിനിറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ബ്ലാങ്ക് ക്യാൻവാസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ക്യാൻവാസ് ഏത് തരം സൈസിലാണോ വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം ക്ലിക്ക് ചെയ്യുന്നത് പോർട്രേറ്റ് എന്നാണ്. ദെൻ നമ്മൾ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ ഏത് കളറാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് യെല്ലോ കളറാണ്. ദെൻ ആ ബ്രഷിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ടൈപ്പ് അതിൽ റെഡി ആയിക്കോളും. അപ്പം ഞാൻ സോഫ്റ്റ് ടൈപ്പറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ വേറെ ഏതും എടുക്കാം. ദെൻ ഞാൻ എടുത്ത് കാണിക്കുന്നത് ഫ്ലോറൽ പിസ്റ്റൽ എന്ന് പറയുന്ന സംഭവമാണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലായിരിക്കും കൂടെ കുറച്ചുകൂടെ നാരോ ആയിരിക്കും. പിന്നെ ഞാൻ എടുക്കുന്നത് സോഫ്റ്റ് ടൈപ്പറാണ്. പൊതുവേ എല്ലാവരും ഈ ഒരു ഫോണ്ടിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊന്ന് എഴുതി കൊടുക്കുക. ദെൻ ആ ഒരു 3 ഡോട്ട്സിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്ന് കാണും. അതിൽ PNG ആണ് ഓൾറെഡി എൻ്റെ ഇത് കിടക്കുന്നത്. നിങ്ങളുടെ PNG അല്ലെങ്കിൽ PNG ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലോട്ട് അത് താനേ ആയിക്കോളും. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇൻഷോട്ട് എന്നുള്ള ആപ്പ് ഇൻഷോട്ട് ആപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് ആ ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇതിൽ PIP എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ആ ഒരു ഫോണ്ട് അതിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അതൊന്ന് സൂം ഔട്ടോ സൂം ഇനൊക്കെ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ദെൻ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ.